യു പിയിലെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു മാതൃക കഴിഞ്ഞ ദിവസം കണ്ടു. സാധാരണഗതിയിൽ യു പിയിലെ അവിടുത്തെ കമ്മ്യൂണൽ റൈറ്റുകൾ നമ്മൾ സാധാരണ കാണുന്ന സ്ഥലങ്ങളാണ്. ശിവഭക്തന്മാർ ധാരാളമുള്ള സ്ഥലമാണ് യു പി. യു പിയിൽ മീററ്റിലെ ശിവായി ഗ്രാമമാണ് ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ചത്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു രംഗം നമ്മളവിടെ കണ്ടു. ഡൽഹി ദൂരദർശൻ ദേശീയപാതയിൽ കൂടെയാണ് സാധാരണഗതിയിൽ കാവഡ് എന്ന ശിവഭക്തന്മാരുടെ തീർത്ഥയാത്ര. ഹൈവേ കൂടെയാണ്. മൈലുകൾ താണ്ടി ആ തീർത്ഥയാത്ര മുന്നോട്ട് പോകും. സാധാരണഗതിയിൽ ഈ കാവഡ് തീർത്ഥയാത്രയിൽ 3-4 കോടി ജനങ്ങളുണ്ടാവും. അവരെല്ലാം ശിവഭക്തരാണ്. അവർ റോഡിൽ കൂടെ ഹർ ഹർ മഹാദേവ് എന്ന് ഉച്ചരിച്ചു, ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. ഈ കാവടെന്നുള്ള കമ്പിൻ്റെ അറ്റത്ത് അവിടെ കുടങ്ങളിനകത്ത് ഗംഗാജലം, ആ ഗംഗാജലം നിറച്ച് അത് തൂക്കിയാണ് നടക്കുന്നത്. അതിനാണ് കാവട് എന്ന് അതിന് പറയുന്നത്. കാവടെന്ന് പറഞ്ഞാൽ ഒരു കമ്പിൻ്റെ പേര് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വെള്ളം കിട്ടാതെ വരുമ്പം ഒരു കമ്പ് തോളിൽ വെച്ചിട്ട് ഇരുവശത്തും പാട്ടയിൽ വെള്ളം കൊണ്ടുപോകുന്നത് ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഈ കാവട്. കാവടെന്ന് പറഞ്ഞൊരു ആ കമ്പിന് പറയുന്ന പേരാണ്. അതിൻ്റെ അറ്റത്ത് മൺകുടമാണ്. ആ മൺകുടത്തിൽ ഗംഗാജലം കൊണ്ടുവരും. ഹരിദ്വാറിൽ നിന്നൊക്കെ പരിശുദ്ധമായ ഗംഗാജലം അവിടുന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ ഇവരുടെ കയ്യിലുള്ള കാവടിൽ കെട്ടിത്തൂക്കിട്ടിരിക്കുന്ന കുടത്തിൽ നിറയ്ക്കുന്നത്. അതായത് 2-3 കോടി ജനങ്ങളുണ്ടാവും ഹൈവേയിൽ. അങ്ങനെ വരുന്ന സമയത്താണ് നിസാമുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ 40 വയസ്സുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ടു. അയാളുടെ ഖബർസ്ഥാനിലേക്ക് അവർ ആ വിലാപയാത്ര നീങ്ങുന്ന സന്ദർഭത്തിലാണ് കാവട് റോഡിൽ കൂടെ വരുന്നത്. ഈ റോഡ് ഹൈവേ ക്രോസ് ചെയ്ത് വേണം ഈ വിലാപയാത്ര ഖബർസ്ഥാനിലെത്താൻ. അത് അവിടുത്തെ ഇത്രയും 2-3 കോടി ഭക്തജനങ്ങൾ വരുമ്പം ഇത് റോഡിൻ്റെ സൈഡിൽ വന്ന് നിന്നെങ്കിൽ അനിഷ്ട സംഭവങ്ങളുണ്ടാകാം എന്ന് കരുതി അവിടുത്തെ ദൗലത്താബാദ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണിത്. അവിടുത്തെ SHO ഇൻചാർജ് സുമാർ കുമാർ സിംഗ് രംഗത്തെത്തി. അവർ ഈ കാവടിൻ്റെ മുനിവരന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ചു. അവർ ഒരു വിലാപയാത്ര, ഒരു നിസാം എന്ന് പറഞ്ഞ ഒരാളുടെ ശവശരീരം ആ ഹൈവേ ഇവരുടെ ജാഥ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ അത് നടത്തിയ ആ കാവടിൻ്റെ മുനിമാരും സന്യാസിമാരും ശിവഭക്തരുമൊക്കെ അവർ അടങ്ങി ഒതുങ്ങി റോഡിൽ നിന്നു. അവിടെ യാത്ര നിർത്തി. അതിനുശേഷം അവർ തന്നെ റോഡിൻ്റെ ഇരുവശത്തും ഈ വിലാപയാത്ര പോകാനുള്ള ചില സംവിധാനങ്ങൾ ചെയ്തു. അതിനുശേഷം വിലാപയാത്ര നിസാമിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. യു പിയിലെ ഇങ്ങനെയൊക്കെയുള്ള ഈ സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട്. കാരണം കമ്മ്യൂണലായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് യു പി തന്നെയാണ്. അതുതന്നെയല്ല, സന്യാസിവരന്മാരും ഭക്തജനങ്ങളും ശിവഭക്തരും ധാരാളം പേര് നമുക്ക് യു പിയിൽ കാണാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 80% ആൾക്കാരോളം ശിവഭക്തരാണ് അവിടുത്തെ. അതുകൊണ്ട് അത് ജാതീയമായും അതുപോലെ തന്നെ ഈ ശിവൻ്റെ ഭക്തരുടെ കൂട്ടം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ തന്നെയാണ്. അതാണ് 3-4 കോടി ജനങ്ങൾ ഈ കാവട് യാത്രയിൽ കാണുന്നത്. വലിയ ഭക്തിപരമായ ഒരു ചടങ്ങും യാത്രയുമാണ്. അതിൽ ശിവഭക്തന്മാർ അവർ ഹർ ഹർ മഹാദേവ് എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടാണ് ആ കാവട് യാത്ര മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ത്യയിലെ ഇത്രയും വലിയ 3-4 കോടി ശിവഭക്തന്മാർ അവർ മറ്റൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളുടെ ഖബർസ്ഥാനിലേക്ക് പോകുന്നതിന് വഴിയൊരുക്കി അവർ തന്നെ അതിന് വേണ്ട മുൻകൈയെടുത്ത് മറ്റു ജാതിയിൽപ്പെട്ട ആൾക്കാർക്കാണേലും അവർക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുത്തത് നല്ലൊരു ലക്ഷണമായിട്ടാണ്. അത് വലിയ വാർത്തയായി ഇന്ത്യയിൽ മുഴുവനും. കാരണം പ്രത്യേകിച്ച് യു പി പോലുള്ള സംസ്ഥാനത്താണ്. അവിടുത്തെ തന്നെ ശിവഭക്തരും ഹിന്ദുജനങ്ങളുമാണ് ഇങ്ങനെയുള്ള ഒരു സൗമനസ്യം കാണിച്ച് അവരെ മറ്റ് ആൾക്കാർക്ക് അവരുടെ വിലാപയാത്രയ്ക്ക് അവരും ദുഃഖം പകർന്ന് അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തത് നല്ലൊരു ലക്ഷണമായിട്ടും ഇന്ത്യയുടെ മതസൗഹാർദ്ദത്തിന് ഉദാഹരണമായിട്ടും മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ.